എന്നെ ഇങ്ങനെ കൈകാൽ വെട്ടിയത് ഞാനിങ്ങനെ ഒരു മതനിന്ദ നടത്തിയ ചോദ്യം ഇട്ടതുകൊണ്ടാണ്. ഇനി മേലിൽ ഈ വലത് കൈ കൊണ്ട് എഴുതരുത്, അതുപോലെ തന്നെ ഇടതുകാല് വെട്ടുന്നത് ഒരു വടികുത്തിപ്പോലും ഞാൻ നടക്കരുത് എന്നൊക്കെയുള്ള അവരുടെ പ്രാചീനമായിട്ടുള്ള നിയമസംഹിത അനുസരിച്ചിട്ടാണ്. അതുവരെയും ഒരു എഴുത്തുകാരനാകാതിരുന്ന ഞാൻ അതിനുശേഷം എഴുതരുതെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് എൻ്റെ വലത് കൈ പറ്റി വെട്ടി മാറ്റിയ ഞാൻ അതിനുശേഷമാണ് എഴുത്തുകാരനാവുന്നത്. വെറുതെ എഴുത്തുകാരനാവുകയല്ല ചെയ്തത്. ഏതൊരു എഴുത്തുകാരനും ആദ്യത്തെ അവൻ്റെ ഒരു മോഹം എന്ന് പറയുന്നത്, വലിയൊരു മോഹം എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്താൽ, കേരള സർക്കാരിനാൽ, സാഹിത്യ അക്കാദമിയാൽ ഇങ്ങനെ നമ്മൾ ബഹുമാനിതനാകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തുദ്ദേശത്തിലാണോ അവർ എൻ്റെ കൈ വെട്ടിയെറിഞ്ഞത് അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ എഴുതി ഇപ്പോൾ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ കാല് വെട്ടുന്നത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വടികുത്തിപ്പോലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിന് ശേഷമാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പം അവരുടെ മതനിയമങ്ങളെല്ലാം കാലഹരണപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഞാൻ ഈ എഴുതി നടക്കുന്നത്. ഞാനിപ്പോഴും എഴുതുന്നത്, ഞാനിപ്പോൾ ഇടത് കൈ കൊണ്ട് എഴുതും. ആദ്യത്തെ പുസ്തകം മറ്റുപോകാത്ത ഓർമ്മകൾ ഇടത് കൈ കൊണ്ട് എഴുതുകയാണ്. പിന്നീട് പ്രസിദ്ധീകരിച്ച ഭ്രാന്തനസ്തുതി എന്നുള്ള ബുക്ക് ഞാൻ വലത് കൈ കൊണ്ട് എഴുതുകയാണ്. എന്തുദ്ദേശത്തിലാണോ ഈ അള്ളാഹുവിൻ്റെ നിയമം എന്നിൽ, എനിക്കൊരു ബന്ധമില്ലാത്ത ആളാണ് കേട്ടോ, നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ ഒരു നിയമം എൻ്റെ ശരീരത്ത് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, കൊത്തി പെട്ടി ഏൽപ്പിച്ചത്, അതിനെ നമ്മളിങ്ങനെ വെല്ലുവിളിക്കുകയാണ്, അതിനെ മറികടക്കുകയാണ്.